പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ കാഞ്ഞങ്ങാടാണുള്ളത്. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ്റെ മുന്നിലാണുള്ളത്. ഇവിടെ 80 ദിവസം പിന്നിടുന്ന ഒരു സമരപ്പന്തലാണുള്ളത്. എൻഡോസൾഫാൻ വിരുദ്ധർക്ക് അവർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരമാണ് ഇവിടെ നടക്കുന്നത്. ആ സമര പന്തൽ സന്ദർശിക്കാൻ കോഴിക്കോട് നിന്നും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്നും തന്നെ ഇവിടെ ഇതിൻ്റെ പ്രവർത്തകരെ കാണാനിവിടെ നിരവധി പേർ എത്തിയിട്ടുണ്ട്. സമരം ഈ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇപ്പം അവസാനിച്ചത് ഇന്നത്തെ. അപ്പം അവരോട് നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ് ഇവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടും. നമുക്ക് ചേച്ചി, എന്തൊക്കെയാണ് നിങ്ങളെ ഡിമാൻഡ്, എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻഡോസൾഫാനിൻ്റെ ഒരു പദ്ധതി തന്നെ ഇവിടെ നിർത്തലാക്കേണ്ട ഒരു രീതിയിലേക്കാണ് നീങ്ങുന്നത്. പിന്നെ ഇപ്പോൾ 2011 ശേഷമുള്ള കുട്ടികൾ ഇതിൽ പെടില്ല എന്നുള്ള ഒരു വിവാദ ഉത്തരവും കൂടി ഇറക്കിയിട്ടുണ്ട്. ഇപ്പം മംഗലാപുരെല്ലാം പോയി ചികിത്സക്ക് പോകുന്ന രോഗികളെല്ലാം അവിടുന്ന് ചികിത്സ കിട്ടാതെ മടങ്ങി വരുന്ന ഒരു അവസ്ഥയിലേക്കാണുള്ളത്. അങ്ങനെ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇതേപോലെ ഇപ്പോൾ നമ്മൾ 2017 ക്യാമ്പിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട് 1905 പേരിൽ നിന്ന് പുറന്തള്ളപ്പെട്ട 1031 വരെ തിരിച്ചെടുക്കണം എന്നുള്ള ഇതിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരം ചെയ്യുന്നത്. 1000-ലധികം ആളുകൾ ഇപ്പോൾ ലിസ്റ്റിൽപ്പെടാതെ 1031 ആൾക്കാർ. ഇപ്പോൾ ജനുവരി 30 മുതൽ തുടങ്ങി ഇന്നേക്ക് 80 ദിവസമായി സമരപ്പന്തലിൽ. ഓണം വിഷു ഇവിടെ തന്നെയാണ് ആഘോഷിച്ചത്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതുവരെ ആരും ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. അങ്ങനെ ഇന്ന് തുടരാൻ തന്നെയാണ് തീരുമാനം. ഇതൊന്നും കാര്യമായിട്ടില്ലെങ്കിൽ കടുത്ത തീരുമാനത്തിലേക്ക് തന്നെ അമ്മമാർ സമരം മാറ്റുന്നുള്ള രീതിയിലേക്ക് പോകുന്നു. നമ്മൾ തന്നെ ആവശ്യം 2017 ക്യാമ്പിലൂടെ ഞങ്ങൾ എടുത്തതാണ്. 1905 പേരെടുത്തിട്ട് 1031 പേരെ ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ 1905 പേരെടുത്തിട്ട് 257 അവർ ചുരുക്കി. പിന്നീട് നടന്ന സമരങ്ങളിലൂടെയാണ് 76ഉം 511 പേരെ എടുക്കുന്നത്. ബാക്കിയുള്ളവരാണ് ഞാൻ പറഞ്ഞ 1031 പേര്. ഇതിപ്പോൾ നമ്മളെ കുട്ടികളെ പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെട്ട ഓഫീസേഴ്സിന് ഹെൽത്ത് സെൻ്ററുകളൊക്കെ ഞങ്ങളെ അറിയിച്ചതാണ് നമ്മളെ കുട്ടി പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ ഒന്നും കാണാത്തതിനെ തുടർന്ന് നമ്മൾ പോയി അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് നമ്മളെ അതിൽ നിന്ന് കളഞ്ഞു, ഒഴിവാക്കി. കാരണമില്ലാതെയാണ് ഞങ്ങൾ ഒഴിവാക്കിയത്. പിന്നെ ഇപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് തന്നെ മരുന്നില്ല, ചികിത്സയില്ല, പെൻഷനില്ല. നേരത്തിലിറങ്ങിയ അമ്മമാരും കുഞ്ഞുങ്ങളും സമരം ചെയ്യുമ്പോഴാണ് ഇവർ പെൻഷൻ പ്രസാദം പോലെ കൊടുക്കുക. വീണ്ടും നിൽക്കും, വീണ്ടും ഇത് തന്നെയാണ്. ഇപ്പോൾ ചികിത്സ കൊടുക്കുന്നില്ല. മംഗലാപുരത്തും മറ്റുള്ള ആശുപത്രികളിലൊക്കെ ഇവർ ചികിത്സ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചികിത്സയാണ് മുടങ്ങിയിരിക്കുന്നത്. പിന്നെ നമ്മളെ കാര്യം പറയേണ്ട ഒരു സെല്ല് മന്ത്രി ചെയർമാനൊക്കെയുള്ള സെല്ല് കൂടാതെ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഇന്നാൾ ബിന്ദു മന്ത്രി വന്നപ്പോൾ കളവ് പറഞ്ഞു പോയി. ഓൺലൈനായിട്ട് സെല്യോഗം ചേരുന്നുണ്ടെന്ന് ഞങ്ങളറിയില്ല. അങ്ങനത്തെ ഒരു സെല്ലേ കൂടുന്നില്ല. സെല്ലിലെ മെമ്പർ ഞങ്ങൾക്ക് അറിയുന്നല്ലേ. അങ്ങനത്തെ സംഭവമേ ഇല്ല. അതാണ് എൻഡോസൾഫാൻ തീർത്തും ഒഴിവാക്കാൻ നമ്മളത് സമ്മതിക്കില്ല. നമ്മളിപ്പോൾ ജനുവരി 30 മുതലിട സമരത്തിന് 80ാമത്തെ ദിവസമായി. ഞങ്ങൾക്ക് വിഷുവില്ല, പെരുന്നാളില്ല, ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഈ സമരപ്പന്തലാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലമാണ്. എന്തായാലും സ്ഥാനാർത്ഥികളൊക്കെ തന്നെ നിങ്ങളെ സന്ദർശിച്ചിട്ടുണ്ടാവും. അവരോട് നിങ്ങളെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും MP-മാർക്കും അല്ലെങ്കിൽ MLA-മാർക്കും ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇവരാരും അതിൻ്റെ ഒരു ഗൗരവത്തിൽ ഇപ്പോൾ ഇടപെടുന്നില്ല. അത് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഈ കമ്പനികൾ ഇതിൻ്റെ പിറകിൽ ഇടപെടുന്നുണ്ടോ. കാരണം അതിലേറ്റവും പ്രധാനമായി പറയാനുള്ളൊരു കാരണം 2017 സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വന്നിട്ടുണ്ട്, വളരെ നിർണായകമായ വിധി. ആ വിധി നേടിയത് DYFI എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രബലമായ യുവജന സംഘടനയാണ്. ആ വിധിക്കകത്ത് പറയുന്നത് എൻഡോസൾഫാൻ പട്ടികയിൽപ്പെട്ട മുഴുവൻ ആളുകൾക്ക് 5 ലക്ഷം രൂപ കൊടുക്കണം. അതുകൂടാതെ ആജീവനാന്ത ചികിത്സ കൊടുക്കണം. അപ്പോൾ അങ്ങനെ വിധി വന്നിട്ട് വിധി നടപ്പാക്കാതെ പോയപ്പോൾ സുപ്രീം കോടതി ആ ലക്ഷ്യം വന്നു. അങ്ങനെ 5 ലക്ഷം രൂപ എല്ലാവർക്കും കൊടുത്തു. പക്ഷേ ആജീവനാന്ത ചികിത്സ ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ 4 കുട്ടികൾ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ചികിത്സ ലഭിക്കുന്നില്ല. പക്ഷേ ഈ പണം ഇപ്പോൾ കൊടുത്ത പണം മുഴുവനും കമ്പനിയോട് വാങ്ങണം. അതുപോലെ ഈ ചികിത്സക്കുള്ള പണം മുഴുവനും കമ്പനിയോട് വാങ്ങണം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് വാങ്ങണം. കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ഒരു പൈസ പോലും നഷ്ടം ആർക്ക് വരില്ല, എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പേര് വരില്ല. 2017 വന്ന വിധി അനുസരിച്ച് കിട്ടേണ്ട തുക ഇതുവരെ കേരള സർക്കാർ കമ്പനിയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ കേന്ദ്രത്തിനോട് അടുത്തേക്ക് പോയില്ല. അവർ നേരിട്ട് പോകണമെന്നില്ല. സുപ്രീം കോടതിയിൽ പോയാൽ അവർക്ക് ഇപ്പോൾ നാളെ പോയാൽ നാളെ ഈ പണം മുഴുവൻ കിട്ടും. പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അവിടെയാണ് ഞങ്ങൾക്ക് സംശയം തോന്നുന്നത്. കാരണം എൻഡോസൾഫാൻ എന്ന് പറയുന്ന കീടനാശിനി കമ്പനി ഒന്നല്ല, ഒരുപാട് കമ്പനികൾ വലിയ
മൂലധന ശക്തികളായിട്ടുള്ള കമ്പനികളുണ്ട്. ഇന്ന് എൻഡോസൾഫാൻ കമ്പനിക്ക് ഇത് കൊടുക്കേണ്ടി വന്നാൽ, നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നാൽ, നാളെ ഇത് മുഴുവൻ കമ്പനികൾക്കും ബാധകമാവും എന്ന് അവർ തിരിച്ചറിയും. അവരാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർ പോകുന്നില്ല? ഈ 7 വർഷം കഴിഞ്ഞിട്ടും സുപ്രീം കോടതിയെ സമീപിക്കാതെ എന്തുകൊണ്ടെന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് ഗവൺമെൻറ് ചെയ്യുന്നില്ല, എന്നാൽ മറുഭാഗത്ത് പ്രതിപക്ഷം ഇത് ഉന്നയിക്കണ്ടേ? പ്രതിപക്ഷത്തിലുള്ള ആളുകളില്ലേ? കാരണം ഗവൺമെൻറ് എന്തുകൊണ്ട് ഈ പറയുന്ന പാവങ്ങളെ സഹായിക്കാൻ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ മുന്നോട്ട് വരുന്നില്ല? ഇവിടെയാണ് ഞങ്ങൾ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഒരു സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടി കാസർഗോഡ് ജില്ലയുടെ വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ് 1/4 നൂറ്റാണ്ടിലധികം കാലം കാസർഗോഡ് ജില്ലയിലെ 12,000-ഓളം ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്ത കശുവണ്ടി തോപ്പിന് മേലെ വിഷം തളിച്ചത്. ശരിക്കും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവരിത് ചെയ്തത്. ശരിക്ക് ഇവർ ഒരു കുറ്റവാളികളാണ്, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ്. കാസർഗോഡ് പോലെയുള്ള പ്രത്യേകിച്ച് ഭൂമിശാസ്ത്രപരമായ ഒട്ടേറെ സവിശേഷതകളുള്ള 13ഓളം ചെറുതും വലുതുമായ നദികളുള്ള ഒരു പ്രദേശത്ത് ഒരു കാരണവശാലും ആകാശത്തുള്ള തളിച്ചുകൂടാത്ത ഒന്നായിരുന്നു. ആ സാധനമാണ് 1/4 നൂറ്റാണ്ട് കാലത്തോളം തളിച്ചത്. ഇത് ക്രിമിനൽ കുറ്റമാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷിക്കുക ഇവരെ എന്നുള്ളതാണ് ഭരണകൂടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ. എനിക്ക് തോന്നുന്നു VS മുഖ്യമന്ത്രിയായ സമയത്ത് നിരവധിയായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് തുടർന്ന് ലഭിച്ചിട്ടുണ്ട് പിന്നീട്. VS ഈ കാര്യത്തിൽ വളരെ, കാരണം എൻഡോസൾഫാൻ ദുരിതബാധിതരെ ചേർത്ത് പിടിച്ചു എന്ന് പറയാവുന്ന ഏക ഭരണാധികാരി VS അച്യുതാനന്ദൻ മാത്രമാണ്. മറുഭാഗത്ത് VM സുധീരനെപ്പോൾ ആളുകൾ നമുക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ട്. ബാക്കി ഒരുപക്ഷെ ഈ ഒരു പദ്ധതി തന്നെ നിലനിന്നത് VS മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം നേരിട്ട് ഈ കാര്യങ്ങളിൽ കുറേ വർഷങ്ങളായി ബന്ധമുള്ളത് കൊണ്ട് തന്നെ. പക്ഷെ അത് പൊളിക്കാൻ വേണ്ടി നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അതിനകത്തുള്ളവർ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ആ ശ്രമമാണ് ഇപ്പോഴും തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 1031 പേരല്ല, 1031 പേരെന്ന് പറഞ്ഞ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് പുറത്തു പോയതാണ്. അതിനേക്കാളേറെ ആളുകൾ പുറത്തുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ മരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറയുന്ന എല്ലാ കാലത്തും നിങ്ങളെന്തിനാ എൻഡോസൾഫാൻ തന്നെയാണ് ഇതെന്ന് പറയുന്നത്? പക്ഷെ ഞങ്ങൾക്ക് അതിന് മുഖവിലക്കെടുക്കാൻ പറ്റുന്നൊരു പഠനം നടത്തിയ ഒരാളുണ്ട്, ഡോക്ടർ രവീന്ദ്രനാഥ് ഷാൻഭോഗ്. അദ്ദേഹം മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ ഇതേക്കുറിച്ച് 14 വർഷം ഗവേഷണം നടത്തിയാണ്. അദ്ദേഹം പറയുന്നത് ഈ ഒരു ദുരന്തത്തിൻ്റെ ഇത് 5 തലമുറകളിലേക്കെങ്കിലും പോകാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. അദ്ദേഹമാണ് ഇതിനകത്ത് ശാസ്ത്രീയമായ ഒരു പഠനം എന്ന് ആ രീതിയിൽ. അതുപോലെ ഡോക്ടർ ജയകൃഷ്ണൻ്റെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അദ്ദേഹം ഒരു 4-5 വർഷം മുമ്പ് ഇവിടെ വന്ന് പഠനം നടത്തിയിട്ട് ഇപ്പോഴും അതിൻ്റെ അംശങ്ങൾ ഇവിടെ പുഴയിലും ബാക്കി രക്തങ്ങളിലൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തിയ ആളാണ്. പക്ഷേ ഇദ്ദേഹം ഡോക്ടർ രവീന്ദ്രനാഥ് ഷാൻഭോഗ് അത് ഗവേഷണം നടത്തി തെളിയിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത് മറ്റേതെങ്കിലും പദ്ധതി നിൽക്കുന്നത് പോലെ പെട്ടെന്ന് നിർത്താവുന്നൊരു പദ്ധതിയല്ല. ആണ് ഈ തലമുറകളിലേക്ക് ഇതിൻ്റെ ദുരിതം പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. എന്നാലും വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ് കാസർഗോഡ് നിവാസികൾ അനുഭവിക്കുന്നത്. വളരെ സങ്കടകരമായ കാര്യമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവർക്ക് വേണ്ടി എന്തൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുന്നു അതൊക്കെ ചെയ്തു കൊടുക്കണം. ഇവരും മനുഷ്യരാണ് എന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും വേണം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് മോഹന വാഗ്ദാനങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ. ഇതുപോലുള്ള പാവങ്ങളുടെ, ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് ചികിത്സ അതുപോലെ തന്നെ അവർക്ക് കിട്ടേണ്ട ന്യായമായ ആവശ്യങ്ങളും തരപ്പെടുത്തി കൊടുത്താൽ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ ഈ സമരപന്തത്തിൽ വന്നപ്പോൾ ഉണ്ടായ അനുഭവം ഒന്ന് പങ്കുവെക്കാനുള്ളത്. തീർച്ചയായിട്ടും VS ഗവൺമെൻറ്റുള്ള സമയത്ത് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ അവർ സ്മരിക്കുന്നുണ്ട്. എന്തായാലും LDF ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ കാര്യത്തിൽ അടിയന്തര നടപടി ഇരിക്കണം. ഇനിയും ഇവരെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കരുത് എന്നുള്ളൊരു അപേക്ഷയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.